നമ്മളുടെ ഒരു ഫെഫ്ക 21 ട്രേഡ് യൂണിയനുകളുടെ ഒരു ഫെഡറേഷനാണ്. 21 യൂണിയനുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന 9ഓളം യൂണിയനുകളുണ്ട് ഫെഫ്കയിലെ. ഞാൻ പേരെടുത്ത് പറയണ്ടല്ലോ. ഡയറക്ടേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട്, റൈറ്റേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പറ്റി പറയുന്നുണ്ട്, ഡ്രൈവേഴ്സ് യൂണിയനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ, ഡാൻസേഴ്സ് യൂണിയൻ, അങ്ങനെയുള്ള വിവിധങ്ങളായ യൂണിയനുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന അഭിപ്രായം ഓരോ യൂണിയനും ഇതിലെ പരാമർശങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഇവാലുവേഷൻ നടത്തണം. അതിനുശേഷം ഒരു ക്രോഡീകരിച്ചുകൊണ്ട് നമുക്കൊരു ഫൈനൽ റിപ്പോർട്ടുണ്ടാക്കണം. ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിനും സർക്കാരിനും കൊടുക്കണം എന്നുള്ളതാണ് നമ്മളെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകം 3-4 യൂണിയൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു. 2, 3, 4 ഇനിയുണ്ട്. ഇപ്പോൾ ഇന്നിവിടെ സംഭവിച്ചത് ഞങ്ങളുടെ യൂണിയനുകളിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ അവരിലെ സ്ത്രീ അംഗങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിൽ ചിലരെ വിളിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിച്ചിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു, നോട്ട് ചെയ്തു. അതിനകത്ത് ചില പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളെ കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാവും. അത് വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്ത് മൗനം പാലിക്കുക എന്നൊരു സംഗതിയാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾക്കുള്ളൊരു അഭിപ്രായം, ഈ പറയുന്ന 21 യൂണിയനുകളുടെയും ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ഇത്രയും ദൂരവ്യാപകമായിട്ടുള്ള അനന്തരഫലങ്ങളുള്ള ഒരു റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അഭിപ്രായം എല്ലാവരുടെയും കേട്ടിട്ട് സംസാരിക്കണം എന്നുള്ള നിർബന്ധം ഈ കമ്മിറ്റിക്കകത്ത്, ഇവിടെ നിൽക്കുന്നവരെല്ലാം ഈ കമ്മിറ്റിയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ജനറൽ കൗൺസിൽ അംഗങ്ങളാണ്. ഇവരെല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ സംസാരം ഞാൻ മാറ്റിവെക്കുന്നത്. മറ്റൊന്ന്, ആദ്യ ഘട്ടത്തിൽ 19-നല്ലേ റിപ്പോർട്ട് വരുന്നത്. 19-ന് റിപ്പോർട്ട് വന്നപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് ഞാൻ ആ റിപ്പോർട്ടൊന്ന് ഓടിച്ച് വായിച്ചു നോക്കി. പിന്നീടാണ് പലവട്ടം വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളും ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ അമ്മയുടെ പ്രതിനിധികളും അന്ന് അവരുടെ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിരക്കിൽ മാരിയറ്റിൽ ഉണ്ടായിരുന്നു. അവരെന്നെ രാത്രിയിൽ ബന്ധപ്പെട്ടിട്ട് എന്നെ അവരൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട്. അപ്പം ഞാൻ അവരോട് അന്ന് പങ്കുവെച്ചത്, നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം, ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് നമുക്ക് പറയാം എന്നുള്ളത്. പക്ഷെ അന്ന് അതിനനുകൂലമായിരുന്നു അവിടെയെങ്കിലും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് അന്നത് നടക്കാതെ പോയത്. അതിൻ്റെ പ്രസിഡന്റായ ശ്രീ മോഹൻലാലും അന്ന് ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് ബേസിക്കലി ഇത് സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ വളരെ ശക്തിയുക്തം എതിർത്തു. പിന്നീട് ആ എതിർത്തവരിൽ പലരും വളരെ പ്രോഗ്രസീവ് മുഖമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതും നമ്മൾ കണ്ടു. ഇല്ല, ആരോപണ വിധേയരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒക്കെ എന്താണ് പറയുന്നത്, അത്തരം നിലപാടുകളാണ് നമ്മളെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുകൂടി ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്.